വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വിവാദ രാഷ്ട്രീയം മാറ്റി ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ലക്ഷ്യം മാത്രമല്ല, ഒരു ആഗ്രഹവും താല്പര്യമാണെന്ന് ഞങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അതിലൊരു സംശയമില്ലല്ലോ. ഇത് എന്നോട് എത്ര മാസം മുമ്പ് ചോദിച്ചതാണല്ലോ. പിണറായി സർക്കാരിന് തുടരാൻ 0 വട്ടപൂജ്യം ചാൻസാ. കാരണം 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു. എന്തു ചെയ്തു ചെയ്തില്ല എന്ന് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞത്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. നാട്ടിനെ മാറ്റാനും നാട്ടുകാരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനും ഒരു ഇലക്ഷനാണ്. നാടിൻ്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ്. ഇത് ഞങ്ങൾ ആദ്യം മുതൽ പറയുന്ന കാര്യമാണ്. ഇത് ജനങ്ങളാണ് ഇത് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യമാണ് മാറ്റം, ജനങ്ങളുടെ ആവശ്യമാണ് വികസനം. ഈ വിവാദ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരണമെന്നും അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം, എത്രയോ സീറ്റിൽ BJP NDAക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടും എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, പ്രതീക്ഷയുണ്ട്. ഈ നിയമത്തെ സാഹചര്യം എന്താണ്? നിയമത്തെ ശക്തനായ ഒരു എതിരാളിയാണ് നിലനിൽക്കുന്നത്. നോക്കൂ, ഞങ്ങൾ എല്ലാവരെയും കാണുന്നത് ശക്തമായ എതിരാളികളായിട്ട് കാണുന്നു. അങ്ങനെ ഞാൻ താക്കോലോ പൂട്ടെടുത്തിട്ട് നടക്കുന്ന ആളല്ല. അതെല്ലാം തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. ആര് ജയിക്കും, ആര് തോൽക്കും, ആരാണ് ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ എന്തെങ്കിലും ചെയ്തത്, ചെയ്തില്ല, അതെല്ലാം ചെയ്യാത്ത ആരാണെന്ന് എല്ലാവരും ജനങ്ങൾ അറിയാം. തീരുമാനിക്കട്ടെ. ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്, കഴിവുണ്ടെന്ന് ഞങ്ങൾ കൃത്യമായി പറയുന്നു. അത് ഞാനാണോ, കരമന ജയനാണോ, വട്ടിയൂർക്കാവ് ശീലേഖാജിയാണോ, കഴക്കൂട്ടത്തിൽ V മുരളീധരനാണോ, അങ്ങനെ 146 മറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഞങ്ങൾ BDJസിൻ്റെയും NDAൻ്റെയും സ്ഥാനാർത്ഥികൾ എല്ലാം അതന്നെ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വരാനോ തുടരാനോ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അതാണ് എൻ്റെ അഭിപ്രായം. അല്ല, ജയനോട് ചോദിക്കും. നോക്കൂ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ നാട്ടിൽ ഏറ്റവും നാണമില്ലാത്തൊരു പാർട്ടി, പൊളിറ്റിക്കൽ പാർട്ടി, ഏറ്റവും മോശമായി പെരുമാറുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. എത്രയോ തവണ ഭരിക്കാൻ അവസരങ്ങൾ കിട്ടിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. 10 കൊല്ലം സെൻട്രൽ ഭരിച്ചു. അവിടെ ഭരിച്ചത് ആരുടെ പിന്തുണയോടാണ്? CPMൻ്റെ. ഇവിടെ ഈ രാജ്യത്തിൽ 27 സംസ്ഥാനം 8 യൂണിയൻ ടെറിട്ടറീസിൽ മത്സരിക്കുന്നതും രാഷ്ട്രീയം ചെയ്യുന്നത് CPMൻ്റെ ഒപ്പമാണ് കോൺഗ്രസ് പാർട്ടി. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരു മുന്നണീൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് മത്സരിക്കുന്നത് CPMും കോൺഗ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമല്ല, ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഈ 2 പാർട്ടിയും 2 അല്ല 1 ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. അതിൻ്റെ പേടി, അതിൻ്റെ ഒരു ഭയം, അതിൻ്റെ കാരണമാണ് ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അവർ തുടങ്ങുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു CPM ആണ് BJPൻ്റെ B ടീം. കോൺഗ്രസ് പറയുന്നു, അല്ല പിന്നെ CPM പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് ആണ് BJPൻ്റെ B ടീം. ഒന്ന് ആലോചിക്കൂ, ഇത് എന്തിനാണ് അവർ ചെയ്യുന്നത്? ഒരു സമുദായത്തിൻ്റെ വോട്ടിന് മാത്രമാണ് ഈ നാടകം ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ എല്ലാവർക്കും ബുദ്ധിയുണ്ട്. ആ സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടി ഓരോരോ വെഡ്ഡിത്തരം പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ച് ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ഒരു ശ്രമം 2 പേരും നടത്തുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ജനങ്ങളുടെ മനസ്സിൽ ഈ CPMും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കാണുമ്പോൾ അവർ പറഞ്ഞത് എന്താണ്? മതിയായി, ഇനി മാറ്റം തുടങ്ങാം. അതാണ് BJPയും NDAയും പറഞ്ഞത്. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പേ തുടങ്ങിയതാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ. ഞങ്ങൾ 101% ഞങ്ങൾ ജയിക്കും. തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ ഞാൻ അന്നും പറയുന്നു, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുന്നു, രാജീവേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം നേതൃത്വം കൊടുക്കുന്ന NDA കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഞങ്ങൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 100% ഞങ്ങൾക്കും. സിറ്റി ജില്ലയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും താമരവിരിയും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ പലരും പരിഹസിച്ചതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ പിടിക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അംഗീകരിച്ചു, ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്
തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോണത് കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിലൊക്കെ കോസ്റ്റൽ ഏരിയയിൽ BJP ഇല്ലാതെ സത്യമാണ്. ഞാൻ ഇന്നലെ വെട്ടുകാട്, ശംഖുമുഖം, വലിയതുറയൊക്കെ പോയ സമയത്ത് അവിടെ നൂറുകണക്കിന് BJP പ്രവർത്തകരാണ് കോസ്റ്റൽ മേഖലയിലുള്ള പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു. ഞങ്ങൾക്ക് കാര്യമായ വോട്ട് മുന്നേറ്റം നടത്താൻ സാധിച്ചു. ആ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ കടലിൻ്റെ മക്കളായിട്ടുള്ള ആ സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് ശക്തമായി തന്നെ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം ന്യൂനപക്ഷങ്ങളുടെ അംഗീകാരം ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 1-2 വർഷക്കാലമായി വളരെ കാര്യമായിട്ട് ഈ സമുദായങ്ങൾ BJPയോട് അടുപ്പം കാണിക്കുന്നുണ്ട്, അടുത്ത് ബന്ധം പുലർത്തുന്നുണ്ട്. അവരുടെ നീറുന്ന പ്രശ്നങ്ങൾ 2024 രാജവേട്ടൻ ലോകസഭയിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ വലിയതുറ, നമ്മുടെ ഈ കോസ്റ്റൽ ഏരിയയിൽ അവിടെ സന്ദർശിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം കൊടുത്തിട്ടുള്ള വാക്ക് ഓരോ പരാതിയും നിവേദനങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായും ഇന്നും അദ്ദേഹം രാജവേട്ടൻ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. BJPയുടെ ശക്തമായ സാന്നിധ്യം ആ മേഖലകളുണ്ട്. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് നടന്ന കടലാക്രമണത്തിൽ BJP മാത്രമാണ് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവിടെ എത്തിയിട്ടുള്ളത്. വേറെ ഒരു ആന്റണി രാജു എന്ന MLA അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെ വോട്ട് വാങ്ങി MLA ആയ. അപ്പം അതുകൊണ്ട് കോസ്റ്റൽ മേഖലയാണ്, അതുകൊണ്ട് BJPക്ക് സാധ്യമല്ല. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേരളത്തിൽ BJP കിട്ടില്ല, അതുകൊണ്ട് സാധ്യമല്ല എന്നുള്ള രീതിയും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. അത് നിങ്ങൾ കണ്ടോ?